ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 2 Corinthians chapter 12 verse 9 to 10 നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. മതി. ധന്യനായ പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയപ്പോൾ തനിക്ക് സർവശക്തനായ ദൈവം തന്ന അനുഭവങ്ങൾ 12-ാം അധ്യായത്തിൽ താൻ എഴുതിയിരിക്കുന്ന ഭാഗത്തെ 2 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചത്. വേദപുസ്തകത്തിലെ ഈടുറ്റ വാക്യങ്ങളിൽ 2 വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ട ആത്മീക സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. പൗലോസ് എന്ന മനുഷ്യൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ആത്മീക അനുഭവങ്ങളെക്കുറിച്ച് ഈ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. സ്തോത്രം. സാത്താൻ്റെ ഒരു ദൂതനെ കുത്താൻ ഏൽപ്പിച്ചേക്കാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇപ്പം സാമ എൻ്റെ കയ്യിൽ ഒരു കോമ്പസ് കൊണ്ട് കുത്തിയാൽ, പക്ഷേ കുത്താൻ പോവുകയാണേ കുത്തുമെന്ന് പറഞ്ഞാൽ കുത്തത്തും. പക്ഷെ സാത്താൻ കുത്തിയാൽ ഒരു മയവും ഇല്ല. എന്താണ് ഇതിൻ്റെ ആത്മീക ആശയമെന്ന് വെളിപ്പെടുത്തിയാൽ, സർവശക്തനായ ദൈവം പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സന്ദർശിക്കുന്ന സംഭവം എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവ സന്ദർശനത്തിൽ വാഹനമൃഗത്തിൻ്റെ മുകളിൽ നിന്ന് പൗലോസ് താഴെ വീണപ്പോൾ പൗലോസിൻ്റെ തലയ്ക്ക് ക്ഷതമേറ്റെന്നും പൗലോസിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായെന്നും ഒക്കെയാണ് വേദപണ്ഡിതാക്കളുടെ നിഗമനം. ആ രോഗാവസ്ഥയാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ദൈവമക്കളോട് ഞാൻ പറയാം, നല്ല വെളിപ്പാടുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താൻ്റെ ഒരു ദൂതൻ എന്നെ കുത്തുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ 3 വട്ടം ഇത് മാറിപ്പോകാൻ ദൈവത്തോട്. വാക്യം ഒന്ന് വായിക്കാമോ? അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 3 വട്ടം ഞാൻ പ്രാർത്ഥിച്ചു. എന്തുവാ? ഇത് എന്നെ ഒന്ന് വിട്ട് നീങ്ങേണ്ടത്. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. പൗലോസ് തൻ്റെ കാര്യത്തിന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടന്നില്ലെങ്കിലും താൻ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പേർ സൗഖ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു വിഷയത്തിന് വിടുതൽ ലേറ്റായി എന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആർക്കും വിടുതൽ കിട്ടത്തില്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ കിട്ടും. സ്തോത്രം. പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു ഇതൊന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പം തുടക്കത്തിലേ പറയുക, ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറിയില്ലെന്ന് വരും. സ്തോത്രമൊക്കെ പോയോ? ചിലത് പ്രാർത്ഥിച്ചാൽ അന്നേരം മാറിയെന്ന് വരും. പക്ഷേ പൗലോസിനോട് ദൈവം പറയുക, 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാതിരുന്നപ്പോൾ പറയുക, രോഗം അവിടെ ഇരുന്നോട്ട്, എൻ്റെ കൃപ അതിൻ്റെ മേലുണ്ട്. നിന്റെ ചില പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് കൃപ ഇറങ്ങണം. നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ രോഗം മാറാത്തത് നീ പാപിയായിട്ടല്ല, നിന്റെ രോഗത്തിന് മേലൊരു കൃപ ഇരിക്കാനാ. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും.
ഈ പൗലോസ് പറയുക, ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗം വന്നതിനായി സ്തോത്രം. അതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഇത് കാരണമായി. നിന്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുന്നതാ. സ്തോത്രം. നിന്നെ ഒത്തിരി പേര് തോപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടും അവർ തോറ്റു തുന്നം പാടിയതല്ലാതെ നീ തോക്കാത്ത എന്നാ? നിന്റേതല്ലാത്ത ഒരു ക്രിസ്തുവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുക. ചില രോഗത്തെക്കുറിച്ചുള്ള ആശങ്ക അങ്ങ് വിട്ടേരെ. ഒന്നീ സൗഖ്യമാകും, അല്ലെ കൃപ തരും. രോഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, പോരാട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. ഒന്നീ വിടുതൽ തരും, അല്ലെങ്കിൽ കൃപ തരും. രണ്ടിലൊന്ന് ഉറപ്പാ.